കണ്ണൂർ തലശ്ശേരിയിൽ വൻ തീപിടുത്തം. കണ്ടിക്കൽ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലാണ് തീപിടുത്തമുണ്ടായത്. 3 ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്ത്. തുടങ്ങിയിട്ടില്ല. നിഖിൽ അളവൂരാണ് വിവരങ്ങളുമായി ചേരുന്നത്. നിഖിൽ, ആ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് വലിയ തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത്. എങ്ങനെയാണ് അവിടെ തീ പടർന്നത്? നിലവിൽ തീ അണയ്ക്കാനുള്ള ശ്രമം ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? ഏതായാലും തീ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോൾ നിലവിൽ 3 ഫയർഫോഴ്സ് യൂണിറ്റുകൾ, തലശ്ശേരി, കൂത്തുപറമ്പ്, പാനൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള 3 യൂണിറ്റ് ഫയർഫോഴ്സ് സംഘമാണ് അവിടെ തീ അണച്ചുകൊണ്ടിരിക്കുന്നത്. ഉച്ചയ്ക്ക് 2 മണി മുതൽ തന്നെ ഇത്തരത്തിൽ അവിടെ ചെറിയ തോതിൽ തീപിടുത്തം ഉണ്ടായിരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റാണ്. അവിടെ ആക്രിക്കടയും ഒപ്പം തന്നെ പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് യൂണിറ്റുമൊക്കെ പ്രവർത്തിക്കുന്ന സ്ഥലമാണ്. അവിടെ കൂട്ടിയിട്ട പ്ലാസ്റ്റിക്കിനാണ് തീ പിടിച്ചത് എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ തീ പിടിച്ചത് ോടുകൂടി വലിയ രീതിയിൽ പുക ഉയരുകയായിരുന്നു. വളരെ ദൂരത്ത് നിന്ന് തന്നെ ഇപ്പോഴും വലിയ രീതിയിൽ പുക ഉയരുന്നത് കാണാൻ സാധിക്കും. തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമം ഏതായാലും ഇപ്പോഴും ഫയർഫോഴ്സിൻ്റെ ഭാഗത്തു നിന്ന് അവിടെ തുടരുന്നുണ്ട്. ഈ പ്ലാസ്റ്റിക്കും ഒപ്പം തന്നെ ഈ ആക്രിക്കടയിലെ മറ്റ് സാധനങ്ങളുമൊക്കെ തീ പിടിച്ചതോടുകൂടി പൊട്ടിത്തെറിയുടെ ശബ്ദം ഉൾപ്പെടെ അവിടെ നിന്ന് കേൾക്കാനുണ്ടായിരുന്നു എന്നതാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഏതായാലും ഇപ്പോഴും തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. പൂർണ്ണമായും തീ അണയ്ക്കാൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല. നിഖിൽ, അവിടെ വണ്ടികളൊക്കെ പോകുന്നതും ദൃശ്യങ്ങളിൽ കാണാം. അത്തരത്തിൽ ഗതാഗതത്തിനൊക്കെ ഏതെങ്കിലും തരത്തിൽ ഈ ഒരു സമയത്ത് തടസ്സമുണ്ടോ? അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? ഈ തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ടതുകൂടി തന്നെ, അതായത് ഒരു നിയന്ത്രണത്തിനപ്പുറത്തേക്ക് തീപിടുത്തം പോകുന്നു എന്ന് കാണുന്ന സാഹചര്യത്തിൽ തന്നെ ഫയർഫോഴ്സിൻ്റെ യൂണിറ്റുകൾ അവിടേക്ക് എത്തിയിരുന്നു. അതുകൊണ്ട് അത്തരത്തിൽ തീ അണയ്ക്കുന്ന പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന തരത്തിലേക്ക് ഗതാഗത കുരുക്ക് പോയിട്ടില്ല. പക്ഷേ അവിടെയുള്ള ഈ തീപിടുത്തത്തിൻ്റെ ഭാഗമായി ഈ കണ്ണൂരിലേക്ക് വരുന്ന ഭാഗത്തുൾപ്പെടെ വലിയ രീതിയിൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഈ തീ കെടുത്താനുള്ള ശ്രമത്തിന് ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്ന വിധത്തിലേക്ക് ഗതാഗത കുരുക്ക് മാറിയിട്ടില്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. പരമാവധി ആളുകളെ ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്, അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ആൾതാമസം അതിനോട് ചേർന്ന ഭാഗത്ത് ഇല്ല. പക്ഷേ ഈ തലശ്ശേരിയിലെ അമ്മയും കുഞ്ഞും ആശുപത്രി ഉൾപ്പെടെയുള്ളവ ഇതിനോട് ചേർന്നുള്ള സ്ഥാപനങ്ങൾ, അത്തരത്തിലുള്ള ചില സ്ഥാപനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. വലിയ രീതിയിൽ ഈ പ്ലാസ്റ്റിക് കത്തിയ പുക ഉൾപ്പെടെ ഉയരുന്നു എന്നതാണ് ആ നിലയ്ക്ക് ഒരു പ്രശ്നമായി നിൽക്കുന്നത്. ഏതായാലും തീ വളരെ പെട്ടെന്ന് തന്നെ കെടുത്താനുള്ളൊരു ശ്രമം നടക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ കത്തിപ്പടർന്ന തീ അണയ്ക്കാൻ, പൂർണ്ണമായും അണയ്ക്കുക എന്നുള്ളത് ശ്രമകരമായ ഒരു ദൗത്യമായി തന്നെയാണ് മാറുക. അതിനുള്ള ശ്രമം ഇപ്പോൾ 3 യൂണിറ്റ് ഫയർഫോഴ്സാണ് അവിടെ ഉള്ളത്. ഒരുപക്ഷെ കൂടുതൽ യൂണിറ്റ് അവിടേക്ക് എത്തുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ അവിടേക്ക് പോവുകയാണെങ്കിൽ അതിനുള്ള ഗതാഗത ക്രമീകരണം ഉൾപ്പെടെ ഒരുക്കാൻ പോലീസ് ഉൾപ്പെടെയുള്ള സംവിധാനവും അവിടെ ഉണ്ട്. ശരി നിഖിൽ, കണ്ണൂർ തലശ്ശേരിയിലാണ് വൻ തീപിടുത്തമുണ്ടായത്. കണ്ടിക്കൽ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലാണ് തീപിടുത്തമുണ്ടായിരിക്കുന്നത്. ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തുണ്ട്. തീ പൂർണ്ണമായും അണയ്ക്കാനുള്ള ശ്രമം അവിടെ പുരോഗമിക്കുകയാണ്.